ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു അടിപൊളി 4 മണി പലഹാരമായിട്ടാട്ടോ ഞാനിന്ന് വന്നേക്കുന്നത്. അതും നല്ല ഗോതമ്പ് പൊടിയും വെച്ചിട്ടുള്ള നല്ലൊരു ബോണ്ടയുടെ റെസിപ്പി ആയിട്ട്. ഞാനിവിടെ ഗോതമ്പ് പൊടി വെച്ചിട്ടാട്ടോ ചെയ്തേക്കുന്നത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മൈദപ്പൊടി വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതിനാവശ്യമായിട്ട് ഞാനിവിടെ ഒരു നല്ല ചൂടുള്ള പാൽ 1 കപ്പ് ഇവിടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വീതം ഈസ്റ്റ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈസ്റ്റ് ഒന്ന് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാവേ. അതിനുശേഷം നമുക്കതങ്ങോട്ട് മാറ്റി വയ്ക്കാവേ. മാറ്റി വെച്ചതിന് ശേഷം ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് പഞ്ചസാര മധുരത്തിനനുസരിച്ച് അവനവൻ്റെ ഇഷ്ടത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി പഞ്ചസാര എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മുട്ട വേണം. ഒരു മുട്ട തന്നെ മതിയാവും, കൂടുതൽ മുട്ടയുടെ ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഒരു സ്പൂണോ ഒരു വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ മുട്ടയും പഞ്ചസാരയും ഉപ്പും എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇളക്കിയതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ പാലും ഈസ്റ്റും കൂടെ ഒന്ന് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളിതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം. ആ ബാറ്റർ നമുക്ക് അതേപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ഈ സമയത്ത് നമുക്ക് ഏത് പൊടി വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് ചെയ്യുന്നത്. ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാമല്ലോ എന്ന് കരുതി ഗോതമ്പ് പൊടി. ഇനി മൈദ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദ ചേർക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല, നല്ല സോഫ്റ്റായി കിട്ടും. ഞാൻ ഇത് മൈദ കൊണ്ടും ഗോതമ്പ് പൊടി കൊണ്ടും ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് 1 കപ്പ് ഇട്ട് കൊടുക്കുവാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ഇളക്കി നോക്കണം. നമ്മുടെ ആ മാവിൽ ആ വെള്ളത്തിൻ്റെ ആ പാലിൻ്റെ അളവൊക്കെ നമുക്ക് അത്രയും മതിയോ എന്ന് നമ്മൾ നോക്കണം. പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ആ പൊടി ഒന്ന് കുഴച്ച്, ചപ്പാത്തി മാവ് എങ്ങനെയാണോ കുഴച്ചെടുക്കുന്നത് അതേപോലെ കുഴച്ച് കിട്ടാവുന്ന അത്രയും മാവും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. ഇവിടെ എനിക്ക് 1 കപ്പിൽ മാവ് തികയില്ല. ഇനി കുറച്ചും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്താലേ ഉള്ളൂ ശരിയാവത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ നോക്കി പൊടി ആവശ്യത്തിന് ചപ്പാത്തി മാവിൻ്റെ കുഴച്ചെടുക്കുന്ന പോലെ നമുക്ക് ബോളാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പൊടി കുറേശ്ശെ ഇട്ട് മാവ് കുഴച്ച് തന്നെ എടുക്കണം. ഞാൻ ഇവിടെ ഇതിലേക്ക് ഒരു 3/4 കപ്പ് മാവും കൂടെ ഇട്ട് കൊടുക്കുമ്പോഴേ ഉള്ളൂ എനിക്ക് നന്നായിട്ട് ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ നോക്കിയിട്ട് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഒന്ന് കൈകൊണ്ട് തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. സ്പൂൺ കൊണ്ടൊക്കെ നമുക്കൊന്ന് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് കയ്യിൽ കുറച്ച് എന്തെങ്കിലും ഓയിലോ എന്തെങ്കിലും ഒന്ന് തടവിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ച് ബോൾ പോലെ ആക്കിയെടുക്കാം. ആവശ്യത്തിന് കുറച്ച് ഓയിലും കൂടെ നമുക്ക് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കയ്യിലും കുറച്ച് ഞാൻ വെളിച്ചെണ്ണയാട്ടോ ഞാനിവിടെ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇനി ഓയിലാണെങ്കിലും നെയ്യാണെങ്കിലും ഈ സമയം ചേർത്ത് കൊടുക്കാം. അവനവൻ്റെ കയ്യിലുള്ളതുപോലെ എന്താ ചേർത്ത് കൊടുത്താലും ഒരു പ്രശ്നവുമില്ല. അതിനുശേഷം നമുക്ക് 1 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമുക്കിതൊന്ന് അടച്ച് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ എണ്ണ തടവിയിട്ട് വേണം കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മാവ് പുളിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ ബൗളിനകത്ത് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇതുപോലൊരു വലിയൊരു താല നമുക്ക് ഡിഷൊക്കെ അങ്ങനെ പറയുമല്ലോ, അതുപോലെ എന്തെങ്കിലും ഒരു പാത്രം, വലിയ പാത്രം വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ഗോതമ്പ് പൊടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മാവ് എടുത്തിട്ട് അതിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മേലെയും കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാവേ. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിനി ഒരു അത്യാവശ്യം മീഡിയം വലുപ്പത്തിൽ നമുക്ക് ഇതുപോലെ ഓരോ ബോൾസാക്കി എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കൈവെള്ളയിൽ കുറച്ച് എണ്ണയും കൂടെ തടവി കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം ബോൾസാക്കി. അങ്ങനെ ഓരോ ബോളുകളും നമുക്കിതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാവേ. അങ്ങനെ നമ്മളിവിടെ എല്ലാം ബോൾസാക്കി ഉരുട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ഫ്രൈ പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓണാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ഓയിൽ ഇവിടെ ഒഴിച്ച് കൊടുക്കാവേ. ഞാനിവിടെ വെളിച്ചെണ്ണയാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തേക്കുന്നത്.
ഇനി നമുക്ക് ഓരോന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഓരോ ബോൾസ് വീതം ഞാൻ ഇട്ട് കാണിക്കാം. ആദ്യം ഒരു ബോൾസേ ഞാൻ ഇടുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇട്ടതുപോലെയാണോ ഇപ്പം നമുക്ക് ഓയിലിൽ കിടന്ന് നമ്മുടെ ബോണ്ട ഫ്രൈ ആവുന്ന വലിപ്പമായി വരുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരെണ്ണം വീതം ഇട്ട് കാണിച്ചത്. നമ്മൾ കുറച്ച് കുഞ്ഞു ബോൾസാണ് എടുത്തെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഓയിലിലേക്ക് ഇടുന്ന സമയത്തേക്ക് അത് നല്ല പുളിച്ച് പൊങ്ങിയ മാവായതുകൊണ്ട് നല്ലോണം വലുപ്പത്തിൽ വരും. അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഒരു ബോൾ വീതം ഇട്ടേക്കുന്നത്. പക്ഷേ നമുക്ക് 2-3 വെച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം, ഒരു കുഴപ്പമില്ല. ഇനി അടുത്ത പ്രാവശ്യമെല്ലാം ഞാൻ ചെയ്യുമ്പോഴത്തേക്കും 2-3 വെച്ച് തന്നെയാണ് ഫ്രൈ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പെട്ടെന്ന് ഗോതമ്പ് പൊടിയും പഞ്ചസാരയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകാൻ സാധ്യത കൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുത്താലും മതിയാവും. ഉൾഭാഗം എല്ലാം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ഉൾഭാഗം വെന്ത് കിട്ടാൻ സാധ്യതയില്ല. പിന്നെ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആ തവിയും വെച്ചിട്ട് തന്നെ നമ്മൾ എണ്ണ ഇങ്ങനെ പുറത്ത് കോരി ഒഴിച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. എങ്കിലേ ഉള്ളൂ നമുക്ക് നന്നായിട്ട് ആ ഭാഗത്ത് എല്ലായിടത്തും എണ്ണ നന്നായിട്ട് പറ്റി നന്നായിട്ട് ബോൾസായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. ചെയ്തെടുക്കുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കുന്നത്. ഈ സമയം മാവ് കുഴച്ചെടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നേന്ത്രപ്പഴം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കൂടുതലും നല്ല പഴം ബോണ്ട എന്നൊക്കെ പറയല്ലേ, അങ്ങനത്തെ പഴം ബോണ്ട ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ സാധാ നോർമലായിട്ടുള്ള ഒരു ബോണ്ടാണ് നിങ്ങളെ ചെയ്ത് കാണിച്ചേക്കുന്നത്. ഇതേ മെത്തേഡ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഗോതമ്പ് പൊടി കൊണ്ട് അല്ലാതെ മൈദ കൊണ്ട് വേണേലും നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടി കൊണ്ട് തന്നെയാണ് കാണിച്ചേക്കുന്നത്. ഇനി എങ്ങനെ ചെയ്തെടുത്താലും ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് ഗോതമ്പിന് പകരം മൈദ ആക്കാമെന്നേ ഉള്ളൂ, വേറൊരു പ്രശ്നവും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഉൾഭാഗവും ഫ്രൈ ചെയ്തും എല്ലാം പുറവും ഫ്രൈ ആയിട്ട് കരിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുന്നത്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാലും മതിയാവും. പെട്ടെന്ന് തീ കൂട്ടി ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉൾഭാഗം വെന്ത് കിട്ടാതെ പുറം പെട്ടെന്ന് നിറം മാറിയും പോകും, നമുക്ക് അകോട്ട് വെന്തും കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അത്ര കാര്യമായിട്ട് നിങ്ങളോട് പറയുന്നത്. ഇതിപ്പം പഴം ബോണ്ടാന്നും പറയും, ഉണ്ടംപൊരിയെന്നും പറയും, ബോണ്ടാന്നും പറയും. നിങ്ങൾ അവനവൻ്റെ നാടുകളിൽ എന്തൊക്കെയാണോ പറയുന്നത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് ഓരോരുത്തർ പറയുന്നത്. ഇവിടെ കൂടുതലായിട്ടും പറയുന്ന ബോണ്ടാന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ബോണ്ടാന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ ഉണ്ടംപൊരി എന്നാണോ ബോണ്ടാന്നാണോ എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് നിൽക്കാനൊന്നും മറക്കരുത് കേട്ടോ. എങ്കിലേ ഉള്ളൂ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ പൊതുവെ എല്ലാവർക്കും ഒരു സംശയം തോന്നും, ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഉൾഭാഗം വേകുമോ എന്നൊക്കെ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബോണ്ട എടുത്ത് കട്ട് ചെയ്ത് കാണിക്കുകയാണ്. ഉൾഭാഗമെല്ലാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബോണ്ടയുടെ അതേ ഇതിൽ തന്നെയാണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല, നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ടുള്ള മെത്തേഡിലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് തന്നെയാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതുപോലുള്ള മറ്റൊരു ഈസി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.